അവിടെ ടഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ്. തടി ലോറിയുടേത് എന്ന് സംശയിക്കുന്ന ലോറിയിലെ ഒരു തടി കഷ്ണം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ പറഞ്ഞത്. ലോറി ഉടമയായ മനാഫും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഗംഗാവലി പുഴയുടെ ആഴത്തിൽ ഈ ലോറി അമർന്ന് കിടക്കുന്നുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കാര്യം ലോറി ഉടമയും മനാഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനാഫിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. അല്പം മുമ്പാണ് അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, പറയൂ, എന്താണ് ഈ ലോറി ഉടമ മനാഫ് നമ്മോട് പറഞ്ഞത്? SKN തൊട്ട് മുമ്പാണ് ഈശ്വർ മാൽപേ ഈ പുഴയുടെ, അതായത് ഈ ഡ്രഡ്ജർ പരിശോധന തെരച്ചിൽ നടത്തുന്നതിൻ്റെ തൊട്ട് സമീപത്ത് ആ പുഴയുടെ അടിത്തട്ടിൽ മുങ്ങി പരിശോധിച്ചത്. ആ ഘട്ടത്തിലാണ് ഈ തടിക്കഷ്ണം നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തടിക്കഷ്ണം കണ്ടെത്തിയത്. ആ തടിക്കഷ്ണം ഈശ്വർ മാൽപേ പുറത്തേക്ക്, അതായത് കരയിലേക്ക് എടുത്തു. അത് പിന്നീട് ലോറി ഉടമയായിട്ടുള്ള മനാഫ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് ഇവരുടെ ലോറിയിൽ ഉണ്ടായിരുന്ന ആ തടിക്കഷ്ണം തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ പുഴയിൽ അടിത്തട്ടിൽ തന്നെ ഇതേ സമാനമായ തടിക്കഷ്ണങ്ങളുണ്ട് എന്നതാണ് ഈശ്വർ മാൽപേ പറയുന്നത്. കൃത്യമായി ഇതെല്ലാം വിസിബിൾ ആകുന്നുണ്ട്. പുഴയ്ക്ക് അടിത്തട്ടിൽ ക്ലിയറായി എല്ലാം വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ്. നിലവിൽ എന്തായാലും ഈ ഈശ്വർ മാൽപേ ആദ്യഘട്ട മുങ്ങൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കരക്കേക്ക് വന്നതിന് ശേഷം നമ്മോട് പ്രതികരിച്ചത്. ഇപ്പോൾ നേരത്തെ നാവികസേന ഉൾപ്പെടെ പരിശോധിച്ച് അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് 4-ലാണ് ഇപ്പോൾ ഡ്രഡ്ജറും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേയും തെരച്ചിൽ നടത്തുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സമാനമായി ഈശ്വർ മാൽപേ പുഴയുടെ അടിത്തട്ടിലെത്തി പരിശോധിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഈശ്വർ മാൽപേ പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ തടിക്കഷ്ണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും കൂടുതൽ ഈ ലോറിയുടെയോ സാന്നിധ്യം അതിനകത്തുണ്ടാകും, അല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിൽ ആ പോയിന്റിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എന്തായാലും ഇപ്പോൾ ഈ ദൗത്യ സംഘം പങ്കുവയ്ക്കുകയാണ് ശരിയുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അല്പം മുമ്പ് ഗംഗാവലിക്ക് പുഴയുടെ അഗാധത്തിൽ ഈ ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിൽ അർജുൻ്റെ ലോറിയുടേത് എന്ന് കരുതുന്ന ഒരു തടിക്കഷ്ണം കണ്ടെത്തി. ആ തടിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും തടി ലോറി അവിടെ തന്നെ ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ ഓർമ്മപ്പെടുന്ന കാര്യമാണ്. ഇത് ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനാഫ് ഇതായിരുന്നു 24-നോട് പറഞ്ഞത്. ഈ തടി തന്നെയാണ്, അത് നിങ്ങളുടെ ലോറിയിലുള്ള തടി തന്നെയാണ്? 100% നമ്മളെ ലോറിയിലുള്ള തടിയാണ്. ഈ തരത്തിലുള്ള 300 പരം തടികളാണ് നമ്മൾ കയറ്റി കൊണ്ടുവന്നിരുന്നത്. അതിൽ ഇത് കണ്ടാൽ തന്നെ അറിയല്ലോ, ഷാർപ്പ് എഡ്ജാണ്, അങ്ങനെ കട്ട് ചെയ്യുക. ഇത് ഒരു കാട്ടുകൂടിയ അല്ലെങ്കിൽ മറ്റുള്ളവിടുന്ന് ഒഴുകി വരുന്ന മരത്തിന് ഒരിക്കലും അക്കേഷ്യ 2 എഡ്ജ് കണ്ടില്ല, ക്ലിയർ കട്ടാണ് ഉണ്ടാവുക. ഇതുപോലെയുള്ള ഒരു 300ഓളം തടികളുണ്ട്. അതിൽ ഇപ്പോൾ മൽപേ പറയുന്നത് ഇനിയും തടികൾ അതിൻ്റെ അടിയിലുണ്ട്, എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈശ്വർ മാൽപേനൊക്കെ ഇറക്കണമെന്ന് നമ്മൾ നിരന്തരം പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇത്തരത്തിലുള്ള മെയിൻ എവിഡൻസ് കാര്യങ്ങൾ ഇതിൽ പുഴക്കടിത്തട്ടിൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സിന് ഇതിനെ ഇറങ്ങാൻ അനുവദിക്കണം എന്ന് പറയുന്നത്. ഇന്നലെ മുതൽക്ക് വളരെ പ്രയാസപ്പെട്ടതിന് ശേഷമാണ് ഈശ്വർ മാൽപേനെ, ഇന്ന് സമ്മതം പോലും ഇല്ലാതാണ് ഇന്ന് ഇറക്കിയത്. ഇന്നത്തെ വിഷയങ്ങളൊക്കെ അറിയാലോ. നേരത്തെ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. ഇന്നലെ ഒരു ലോഹഭാഗം കണ്ടെത്തി. അതെ, ഈ പരിസരത്ത് വണ്ടി ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഇന്നിപ്പോൾ വേറെ ഒന്നുണ്ട്, ഇതുവരെ ചാനലിൽ വരാത്ത 2 ആംഗ്ലർ കിട്ടിക്കണ്. അതിപ്പോ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, അവിടെ നിന്ന് കിട്ടിക്കണ്. അവിടെ മേലെ കയറ്റി വെച്ചിക്കണ്. ഡ്രഡ്ജർ അല്ല, ഈശ്വർ മാൽപേന്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ ഇത്തരക്കാര് ഈ ലോറിയുടെ തന്നെയാണോ? ലോറിൻ്റെതാണ്, നമ്മളതാണോ എന്നുള്ളത് ആംഗ്ലർ ആയതുകൊണ്ട് അത് എല്ലാ വണ്ടിക്കും വരുന്ന സാധനം ആയതുകൊണ്ട് ഒന്നും തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കണ്ട പ്രകാരം പറയുകയാണെങ്കിൽ അത് നമ്മളതായിരിക്കില്ല, വേറെ ഏതോ ലോറികളതാണ്. വാഹനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. കർണാടകത്തിലെ ഷിരൂരിൽ ഇന്ന് ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ഒരു തടി കഷ്ണം കണ്ടെത്തി. ഈ തടി കഷ്ണം തൻ്റെ ലോറിയുടേതാണെന്ന് ലോറി ഉടമ സാക്ഷ്യപ്പെടുന്നു.